നമസ്കാരമുണ്ട്. എൻ്റെ ചെറിയ ചാനലിലൂടെ ചെറിയൊരു വിവരണം നൽകിയാണ് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തെക്കുറിച്ച്. നൂറ്റാണ്ടുകളുടെ പൈതൃകമുള്ള കൊടുങ്ങല്ലൂർ തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം കേരളത്തിലെ ആദ്യ ശിവക്ഷേത്രമാണെന്ന് സാങ്കല്പികം. രാജ്യത്തെ ശൈവ വിശ്വാസികളുടെ 274 തിരുപ്പതികളിൽ കേരളത്തിലെ ആദ്യ തിരുപ്പതിയും ഇതുതന്നെ. ഏറ്റവും അധികം ഉപദൈവങ്ങളുള്ള ക്ഷേത്രങ്ങളിൽ മറ്റൊന്നുമില്ല. ക്ഷേത്രത്തിലെ ശിവരാത്രി മഹോത്സവത്തോട് തന്നെ പ്രാധാന്യം അറിയിക്കുന്ന ചോതി മഹോത്സവം ഈ മാസം 21-22 തീയതികളിൽ നടന്നിരുന്നു. കൊച്ചിൻ ദേവസ്വം ബോർഡിന് കീഴിലുള്ള ക്ഷേത്രമാണ് തിരുവഞ്ചിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രം. ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ ചേരമാൻ പെരുമാളും സുന്ദരിമൂർത്തി നയനാരും ഉൾപ്പെടുന്നു. നയനാർമാർ എന്നറിയപ്പെടുന്ന തമിഴ്നാട്ടിലെ 63 ശൈവസിദ്ധന്മാരിൽ പ്രാധാന്യമുള്ളവരാണ്. ഒരിക്കൽ ഭജിക്കാനായി തിരുവഞ്ചിക്കുളം ക്ഷേത്രത്തിലെത്തിയപ്പോൾ മഹാദേവൻ ഇവരെ കൈലാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി എന്നാണ് ഐതിഹ്യം. കർക്കിടമാസത്തിലെ ചോതി നക്ഷത്രത്തിലായിരുന്നു ഇവർക്ക് ഈ മോക്ഷം ലഭിച്ചത്. വെള്ളാന, വെള്ളക്കുതിര എന്നിവരുടെ പുറത്ത് വെച്ചാണ് ഇവർ ദേവസന്നിധിയിലേക്ക് പോയത്രേ. ഇതിൻ്റെ സ്മരണയ്ക്കായാണ് ചോതി മഹോത്സവം. അതുകൊണ്ട് തന്നെ ഉത്സവ ചടങ്ങുകളിൽ തമിഴ്നാട്ടിൽ നിന്നുള്ള ഭക്തജനങ്ങൾ എല്ലാവരും എത്തിച്ചേരുന്നു. ക്ഷേത്രത്തിലെ ശുദ്ധീകരണം, പൂജാതി കർമ്മങ്ങൾ, ഘോഷയാത്ര, സദ്യ തുടങ്ങിയ ചടങ്ങുകൾക്കെല്ലാം അവരുടെ അധ്വാനവും ഉണ്ടാവും.
ஆலயத்தை எடுத்து கட்டி கொண்டிருக்கையா உங்களால் முடிஞ்ச காணிக்க போறீங்க. ஐயா ஆலய திருப்பணிக்கு உங்களால் முடிஞ்ச காணிக்க போறீங்க. அம்மா ஆலய திருப்பணிக்கு உங்களால் முடிஞ்ச பெருமானே அருளால எத்தான் மரபாதே நினைக்கின்றேன் மனத்துன்னை வைத்தாய் பெண்ணை தென்பால் வெண்ணை நல்லூர் அருள் துறையுள் ஆத்தா உனக்கு ஆலாயினே அல்லேன் எனலாமே. மங்களநாயக உடனாகிய கிருபாபுரீஸ்வர் ஈசன் திருவடிகளை போற்றி போற்றே. ஆளாள சுந்தரமூர்த்தி நாயனார் ஈசன் திருவடிகளை போற்றி போற்றே. திரு சேனமான் பெருமான் நாயனார்